ഇതാണ് ഭൂമി. ഈ ഭൂമിയുടെ ഏതോ ഒരു മൂലയ്ക്കാണ് നമ്മൾ ഓരോരുത്തരും. കാഴ്ചയിൽ വളരെ വലുതെന്ന് തോന്നുമെങ്കിലും പ്രപഞ്ചവുമായിട്ട് കമ്പയർ ചെയ്താൽ വളരെ ചെറിയൊരു സ്ഥലമാണ് ഭൂമി. ഈ ഭൂമിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും പരമാവധി ദൂരം വരെയുള്ള ഒരു യാത്രയാണ്, ഒരു സഞ്ചാരമാണ് ഈ വീഡിയോ. ഇവിടുന്ന് യാത്ര തിരിച്ചാൽ നമ്മൾ ആദ്യം എത്തിച്ചെല്ലുന്നത് നമ്മുടെ അയൽക്കാരനായ ചന്ദ്രൻ്റെ അടുത്താണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ നമ്മുടെ വളരെ അടുത്താണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ഇത്രയും അടുത്തല്ല, അതിൻ്റെ ദൂരം ഇത്രയും വലുതാണ്. അതായത് ഏകദേശം 30 ഭൂമി ഒന്നിനു പുറകെ ഒന്നായി അടുക്കി വെച്ചാൽ എത്രയുണ്ടോ അത്രയും ദൂരമുണ്ട്. അതായത് 3,84,400 കിലോമീറ്റർ വരും. നമ്മൾ ഒരു കാറിൽ നിർത്താതെ 100 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം 160 ദിവസം കൊണ്ട് നമ്മൾ ചന്ദ്രനിലെത്തും. മനുഷ്യർ ഇന്നേ വരെ സഞ്ചരിച്ചിട്ടുള്ള ഏറ്റവും പരമാവധി ദൂരമാണ് ഇത്. ഇതുവരെ ചന്ദ്രനിൽ 12 മനുഷ്യർ കാലുകുത്തിയിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ എക്കാലത്തെയും മികച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു മനുഷ്യൻ്റെ ഈ യാത്ര. ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ഏകദേശം ഇങ്ങനെയിരിക്കും. ഇവിടുന്ന് ഒരു മെസ്സേജ് ഭൂമിയിലേക്ക് അയക്കുകയാണെങ്കിൽ അത് ഭൂമിയിൽ എത്തിച്ചേരാൻ ഏകദേശം 1.25 സെക്കൻഡ് എടുക്കും. അതാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന പരമാവധി വേഗത. ഇത് ചൊവ്വയിൽ നിന്ന് എടുത്തിട്ടുള്ള ചിത്രമാണ്. അവിടെ കാണുന്ന ആ വെളുത്ത ബിന്ദുവാണ് ഭൂമി. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ആവറേജ് ദൂരം 225 മില്യൺ കിലോമീറ്ററാണ്. പക്ഷേ ഇത് 401 മില്യൺ കിലോമീറ്റർ വരെ ആകും. നമ്മൾ ചൊവ്വയിലേക്ക് ഒരു മനുഷ്യനെ അയക്കുകയാണെങ്കിൽ അയാൾക്ക് ചന്ദ്രനിൽ കാലുകുത്തിയവരെക്കാൾ 986 ഇരട്ടി ദൂരം യാത്ര ചെയ്യേണ്ടി വരും. ചൊവ്വയിലുള്ള മനുഷ്യൻ ഭൂമിയിലേക്ക് ഒരു സന്ദേശം അയക്കുകയാണെങ്കിൽ അത് ഭൂമിയിൽ എത്താൻ ഏകദേശം 20 മിനിറ്റ് സമയമെടുക്കും. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. നമ്മൾ കുറേ കൂടെ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ വോയേജർ 1 സ്പേസ് പ്രോബിനടുത്തെത്തും. മനുഷ്യനിർമ്മിതമായ ഭൂമിയിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള വസ്തുവാണ് വോയേജർ 1 സ്പേസ് പ്രോബ്. അത് ഭൂമിയിൽ നിന്നും 138 AU അകലെയാണ്. AU എന്ന് പറയുന്നത് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്. ഒരു അസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ്. അതായത് വോയേജർ 1ലേക്കുള്ള ദൂരം ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ 138 ഇരട്ടിയാണ്. ഒരിക്കൽ വോയേജർ 1 തിരിഞ്ഞ് ഭൂമിയുടെ നേരെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയാണ് ഈ കാണുന്നത്. കാഴ്ചയിൽ അത്ര മനോഹരമായ ഒന്നും തോന്നുന്നില്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ ചരിത്രത്തിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന ഫോട്ടോയാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരെയും ഈ ഫോട്ടോ തന്നെയാവും കവർ ചെയ്യുന്നത്. ആ കാണുന്ന ഇളം നീല നിറത്തിലുള്ള ആ ബിന്ദുവാണ് ഭൂമി. ജീവിതത്തിൻ്റെ ടെൻഷനിൽ ഓടി നടക്കുന്ന മനുഷ്യരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൂറുകണക്കിന് മതങ്ങളും വിശ്വാസങ്ങളും ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഈ കാണുന്ന ഈ പൊടിപടലത്തിൽ അടങ്ങിയിരിക്കുന്നു. വോയേജർ 1 ഓരോ സെക്കൻഡിലും 17 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്ര വേഗത്തിൽ സഞ്ചരിച്ചിട്ട് പോലും അതിന് അടുത്ത 30,000 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ യൂണിവേഴ്സ് വിട്ട് വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല. നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഈ സോളാർ സിസ്റ്റത്തിന് വെളിയിലേക്ക് പോയാലോ അവിടെ നമ്മളെപ്പോലെ അനേകം സോളാർ സിസ്റ്റംസ് നമുക്ക് കാണാം. അവിടുത്തെ അളവുകോൽ ലൈറ്റ് ഇയർ ആണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.461 ട്രില്യൺ കിലോമീറ്ററാണ്. അവിടെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ആൽഫ സെഞ്ചുറിയാണ്. നമുക്ക് സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെഞ്ചുറിയാണ്. പക്ഷേ അത് നമ്മളിൽ നിന്നും ഏകദേശം 4.24 ലൈറ്റ് ഇയേഴ്സ് ദൂരെയാണ്. അങ്ങനെയാണെങ്കിൽ വോയേജർ 1ന് അവിടെ എത്താൻ കുറഞ്ഞത് 70,000 വർഷമെങ്കിലും യാത്ര ചെയ്യേണ്ടി വരും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു കാറിൽ, അതായത് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറിൽ ആൽഫ സെഞ്ചുറിയിലേക്ക് പുറപ്പെട്ടാൽ അവിടെ എത്താൻ പ്രപഞ്ചമുണ്ടായതിനേക്കാൾ 6 ഇരട്ടി സമയമെങ്കിലും എടുക്കും. അവിടുന്ന് പിന്നെയും കുറേ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഗാലക്സിയെ കാണാം. മിൽക്കി വേ എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ ഗാലക്സി. അവിടെ ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ വസ്തുവാണ് ഭൂമി. ഇതിന് വെളിയിലേക്ക് മനുഷ്യനിർമ്മിതമായ റേഡിയോ സിഗ്നലുകൾ ഇതുവരെ എത്തിയിട്ടില്ല. അതിനർത്ഥം ഇതിനു വെളിയിലേക്ക് മനുഷ്യനിർമ്മിതമായ ഒരു കാര്യവും ഇതുവരെ എത്തിയിട്ടില്ല. അതിനർത്ഥം ഇതിനു വെളിയിൽ ഏതെങ്കിലും അന്യഗ്രഹ ജീവികളുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യരുടെ പ്രസൻസ് അറിയാൻ യാതൊരു മാർഗവുമില്ല. ഈ മിൽക്കി വേയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ദൂരം ഏകദേശം 1,00,000 ലൈറ്റ് ഇയേഴ്സാണ്. ഈ ഗാലക്സിയിൽ 10,000 കോടിക്ക് മുകളിൽ നക്ഷത്രങ്ങളും അത്രയും തന്നെ ഗ്രഹങ്ങളുമുണ്ട്. രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ ഈ ചുവന്ന കള്ളിയിലുള്ളവ മാത്രമാണ്. ബാക്കിയുള്ളവയെ നമുക്ക് ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കാണാം. ഇത്രയും ബൃഹത്തായ ഈ വലിയ ഗാലക്സി. പക്ഷേ ഇതൊന്നുമല്ല ഒടുക്കം. ഇവിടെ നിന്ന് നമുക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് ഏറെ പോകാം. അങ്ങനെ യാത്ര ചെയ്ത് വളരെയധികം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സിയിലെത്തും.
അത് മിൽക്കി വേ പോലുള്ള 54 ഗാലക്സികളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഏകദേശം 10 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ദൂരമുണ്ട്. അവിടുന്ന് പിന്നെയും യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിർഗോ സൂപ്പർ ക്ലസ്റ്ററിലെത്തും. അവിടെ കാണുന്ന ഓരോ ഡോട്ടും ഓരോ ഗാലക്സിയാണ്. ആ കാണുന്ന ചിതറിക്കിടക്കുന്ന വെള്ള ഡോട്ടുകൾ കണ്ടോ, അതാണ് നമ്മൾ മുമ്പേ കണ്ട ലോക്കൽ ഗ്രൂപ്പ്. ആ ലോക്കൽ ഗ്രൂപ്പിലെ ഒരു ഡോട്ടാണ് നമ്മൾ താമസിക്കുന്ന ഈ ഗാലക്സി. വിർഗോ സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൂരം എന്ന് പറയുന്നത് 110 മില്യൺ പ്രകാശവർഷങ്ങളാണ്. അവിടുന്ന് വളരെയധികം ദൂരേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ലനൈക്കെ സൂപ്പർ ക്ലസ്റ്ററാണ്. ആ ലനൈക്കെ സൂപ്പർ ക്ലസ്റ്ററിൽ കാണുന്ന ആ ചിതറിക്കിടക്കുന്ന ആ ചെറിയൊരു പോർഷൻ കണ്ടോ, അതാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ട വിർഗോ സൂപ്പർ ക്ലസ്റ്റർ. ഈ കാണുന്ന ഈ അതിബൃഹത്തായ ഈ ഒരു ഏരിയയിൽ ഏകദേശം 1,00,000 ഗാലക്സികളുണ്ട്. ഇതിൻ്റെ ഒരറ്റത്ത് നിന്നും അങ്ങേ അറ്റത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ 520 മില്യൺ പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. അവിടുന്ന് പിന്നെയും വളരെയധികം യാത്ര ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇപ്പോൾ കണ്ട സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് വളരെ നിസ്സാരവും ഒരു മണൽത്തരിയുടെ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു വസ്തു മാത്രമാണെന്ന്. ഒബ്സർവബിൾ ആയിട്ടുള്ള യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും വരും. അതായത് നമ്മൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മൾ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള യൂണിവേഴ്സ് ഇതാണ്. ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഈ ടെലസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ മിൽക്കി വേ പോലെ കുറഞ്ഞത് 2 ട്രില്യൺ ഗാലക്സിയെങ്കിലും ഉണ്ടാകും. ഇവിടെയുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം എടുത്താലോ, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ മണൽത്തരികളും എണ്ണി നോക്കിയാൽ എത്രയാണോ അതിനേക്കാളും എത്രയോ മടങ്ങ് വലുതായിരിക്കും ആ നക്ഷത്രങ്ങളുടെ എണ്ണം. ഇവിടെ നമ്മുടെ ഭൂമിയിൽ നിന്നും ഏത് വശത്തേക്ക് സഞ്ചരിച്ചാലും 465 കോടി പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. അതായത് ഇതിൻ്റെ ഒരു വശത്തു നിന്നും അപ്പുറത്തെ വശത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ 9300 കോടി പ്രകാശവർഷങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതായത് ഈ കാണുന്നത് നമുക്ക് ടെലസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടി കാണാൻ പറ്റുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സ് മാത്രമാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്നല്ല, ഇതിൻ്റെ അപ്പുറത്തും ഉണ്ടാകാം, പക്ഷേ അവയൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിന് അപ്പുറം നമുക്ക് കാണാൻ സാധിക്കാത്തത്? അതിൻ്റെ കാരണം ഇതാണ്. ആ ഭാഗത്തുള്ള ഗാലക്സികളിൽ നിന്ന് വരുന്ന പ്രകാശം സഞ്ചരിച്ച് ഭൂമിയിൽ എത്താനുള്ള സമയം ആയിട്ടില്ല. പ്രപഞ്ചമുണ്ടായ കാലം തൊട്ട് അവിടുന്ന് പ്രകാശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നേ വരെ അതിന് ഇവിടെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ആ പ്രകാശമൊന്നും ഒരിക്കലും ഭൂമിയിലെത്തില്ല. എത്ര കോടി വർഷം കഴിഞ്ഞാലും എത്തില്ല. അതിൻ്റെ കാരണം പ്രകാശം സഞ്ചരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിലാണ് അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഗാലക്സിയിൽ നിന്ന് അത്രയും വേഗത്തിൽ അത് ഇവിടുന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കോടിക്കാലം മനുഷ്യകുലം ഇവിടെ നിലനിന്നാൽ പോലും അവയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വളരെ 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 ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വസ്തു മാത്രമാണ്. അലൻ ഗൂത്തിൻ്റെ തിയറി ഓഫ് കോസ്മിക് ഇൻഫ്ലേഷൻ പ്രകാരം ഈ എൻ്റയർ യൂണിവേഴ്സിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ 150 സെക്സ്റ്റില്യൺ വലിപ്പം വരും. അത് പൂജ്യങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഒരു നിമിഷം ആ വലിപ്പം ഒന്ന് കണ്ടു നോക്കൂ. ഇതിനെ കൂടുതലായി മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബൾബ് യൂസ് ചെയ്യാം. അതായത് ഈ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൾബാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ബൾബ് ഇരിക്കുന്നത് നമ്മുടെ പഴയ ഗ്രഹമായിരുന്ന പ്ലൂട്ടോയുടെ നടുക്കാന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പ്ലൂട്ടോയാണ് നമുക്ക് കാണാൻ സാധിക്കാത്ത യൂണിവേഴ്സ്. ആ പ്ലൂട്ടോയ്ക്കും വെളിയിൽ മറ്റ് ഗ്രഹങ്ങളുണ്ടെന്ന് കൂടി ചിന്തിക്കുക. നമ്മളെല്ലാവരും അവിശ്വസനീയമായ രീതിയിൽ ചെറുതാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ചെറുതാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ നമ്മൾ വിഷമിക്കേണ്ടതായിട്ടൊന്നുമില്ല. അതായത് ഇത്രയും വലിയ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് എന്നോർത്ത് സന്തോഷിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി എങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നതെന്ന് കൂടി അതിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.